ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ കോടതി പറഞ്ഞത് പ്രകാരം തന്നെയാണ് അവരുടെ അന്വേഷണമൊക്കെ ഉണ്ടായത്. ഇപ്പോൾ പാളി മറിച്ചു വിട്ടിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനില നിന്നിട്ടാണ് ബംഗളൂരുവിൽ കൊണ്ട് മറിച്ചു വിറ്റത് എന്നൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ബംഗളൂരുവിലേക്ക് എത്തിച്ചത്? ആരാണ് ഇതിന് പിന്നിൽ? ഇവിടെ നിന്ന് എങ്ങനെ കടത്തിക്കൊണ്ടുപോയി? ഇത് ചെമ്പുപാളി എന്ന് എഴുതി വെച്ചത് ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മാത്രം പിൻബലത്തിലാണോ ഇതൊക്കെ നടന്നിട്ടുള്ളത്? മറ്റുദ്യോഗസ്ഥർ മുകളിലേക്ക് പോകുമ്പോൾ ആരൊക്കെ? ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ടോ? നോക്കൂ, ഇവിടെ ഹൈക്കോടതി പറഞ്ഞത് തന്നെ ശരിയാണെന്ന് വന്നിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണവും ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരുന്നതും അക്ഷരം പ്രതി ശരിയാണെന്ന് വന്നിരിക്കുന്നു. ഇത്തരത്തിൽ ദ്വാരപാലകരുടെ ശില്പം കൊണ്ടുപോയി പകരം ചെമ്പ് ശില്പത്തിൽ സ്വർണം പൂശി രണ്ടാമത് കൊണ്ടുവച്ചതാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലകരുടെ ശില്പം ലേലത്തിൽ വിറ്റു എന്ന, അല്ലെങ്കിൽ മറ്റൊരു വലിയ തുകയ്ക്ക് വിറ്റു എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം ശരിയാണെന്ന് ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ SP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഈ ദ്വാരപാലക ശില്പം പുറത്തു കൊണ്ടുപോകാനോ ബാംഗ്ലൂർ കൊണ്ടുപോയി ഓപ്ഷനിലൂടെ വിൽക്കാനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൂടിയ വിലയ്ക്ക് വിൽക്കാനോ കഴിയില്ല. അതിന്റെ കൂടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ മാത്രം കൂട്ടിക്കെട്ടിയതുകൊണ്ടും അവസാനിക്കുന്ന വിഷയമല്ല. അതിനപ്പുറത്തേക്ക് ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വലിയൊരു തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഒത്താശയുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ദേവസ്വം ബോർഡ് അറിയാതെ ഇത്തരത്തിൽ അതെ, ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ റിപ്പോർട്ടിൽ തന്നെ, ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കമ്മീഷൻ കിട്ടിയിട്ടുണ്ടോ ഉദ്യോഗസ്ഥർക്കും എന്നതും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് പറയുന്നത്. ഈ ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയതിലുള്ള ഗൂഢാലോചന അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒത്തുകളിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് അത് എന്തിന്റെ ഭാഗമാണ്? അതിലൊരു ഗൂഢാലോചനയുണ്ടോ എന്ന ചോദ്യം, ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ കിട്ടിയോ എന്ന ചോദ്യം, ഒപ്പം ദേവസ്വം കമ്മീഷണർ ഈ വിഷയത്തിൽ ഇടപെടാത്തത് എന്തുകൊണ്ട് എന്ന സംശയം. അങ്ങനെയെങ്കിൽ അത് എത്രത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്? നോക്കൂ, അതാണ് പ്രശ്നം. നിങ്ങൾ ഈ പറയുന്നത് പോലെ വിജിലൻസിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെ കൂടി ചേർത്ത് മാത്രമേ എഴുതാൻ കഴിയൂ. അപ്പുറത്തേക്ക് ഭരണാധികാരികളെ ചേർത്ത് ഒരിക്കലും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കില്ല. ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട, ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും ഉന്നത രാഷ്ട്രീയ നേതൃത്വം കൂടി അറിഞ്ഞാണ് ഇത് നടന്നിട്ടുള്ളത് എന്ന് പകൽ പോലെ വ്യക്തമാകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല. ഇതിനെതിരെ ശക്തമായ ജനരോഷം ഉണ്ടാവുക തന്നെ ചെയ്യും. ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ പുറത്തു പോകേണ്ടതായിട്ടുണ്ട്. അതെ, വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.